ഉത്തരേന്ത്യയിലെ ഹിന്ദുമത ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് തിരിച്ചടി. അയോധ്യയ്ക്ക് പിന്നാലെ ബി.ജെ.പിയെ കൈവിട്ട് ഹരിദ്വാറും ബദരീനാഥും. രാജ്യത്തെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ വരികയുണ്ടായി. അതിൽ ബി.ജെ.പി കനത്ത തിരിച്ചടിയുണ്ടായി, ഇന്ത്യ സഖ്യത്തിന് നേട്ടവുമുണ്ടായി. സുബിഷ്, നമ്മളത് ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്, അതിലെ വിജയവും പരാജയവും ഒക്കെ സംബന്ധിച്ച്. പക്ഷെ അതിൽ ഓരോ മണ്ഡലങ്ങളായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ചില മണ്ഡലങ്ങൾക്ക്, ബി.ജെ.പി തോറ്റ മണ്ഡലങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു മണ്ഡലം ബദ്രീനാഥിന്റെ പ്രത്യേകത നമുക്കറിയാം. അളകനന്ദ ഒഴുകുന്ന സ്ഥലമാണ്. ഗംഗയാവുന്നതിന് മുമ്പ് അളകനന്ദ എന്നുള്ള പുണ്യനദി ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം 108 ദിവ്യ ദേശങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് ചതുർധാമി എന്ന് പറയും 4 പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ. അതിലൊന്നാണ് ഈ ബദ്രീനാഥ്. ആ ബദ്രീനാഥിൽ കോൺഗ്രസിന്റെ ലഖ്പത് സിംഗ് ബുട്ടോല ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയെ തോൽപ്പിച്ചത് 5000 വോട്ടിനാണ്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ തന്നെ ഹരിദ്വാർ ജില്ലയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മംഗ്ലൂർ മണ്ഡലം. ഈ ഹരിദ്വാറിന്റെ പ്രത്യേകതയും നമുക്കറിയാം. അതായത് ഗംഗയുടെ തീരത്തുള്ള ക്ഷേത്ര നഗരമാണ്. പ്രധാനപ്പെട്ട ഏറെ വിശേഷപ്പെട്ട ഗംഗ ആരതിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ കോൺഗ്രസിന്റെ ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ എന്ന സ്ഥാനാർത്ഥി ബി.ജെ.പിയുടെ കർത്താർ സിംഗ് ബദാനയെ തോൽപ്പിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് കൂടി ഓർക്കണം. ആ നിലയിൽ ബദ്രീനാഥിലും ഈ ഹരിദ്വാറിലും സംഭവിച്ചിരിക്കുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലായിടത്തും ഉണ്ടായ തിരിച്ചടിയേക്കാൾ വലിയ ആഘാതം നൽകുന്ന ഒരു പരാജയമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഹിന്ദു മതത്തിന്റെ മൊത്ത കച്ചവടക്കാരായിട്ടാണ് ബി.ജെ.പി അവരെ സ്വയം അവതരിപ്പിക്കുന്നത്. അവരുടെ അജണ്ടയായി അവർ മുന്നിൽ വയ്ക്കുന്നത് തന്നെ ഞങ്ങൾ ഈ മതത്തെ സംരക്ഷിക്കുന്ന, മതവിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. പക്ഷേ അത് അവർ കാണിക്കുന്ന സകല കൊള്ളരുതായ്മയെയും മറച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മതിൽ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ 2 സ്ഥലത്തെ തോൽവിയെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ നിലയിൽ ഇത്ര വലിയ പരാജയം ഈ 2 സ്ഥലങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതിനെ ആ നിലയിൽ തന്നെയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും അമൽ. ഒന്നാമത്തെ കാര്യം, അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയുടെ മുഖ്യ പ്രയോക്താക്കളാകും, മുഖ്യ വക്താക്കളാകും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, ഒരു ജനവിഭാഗം ഉണ്ട്. ആ വിഭാഗം അവരെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. തങ്ങൾക്ക് സംഭവിച്ച ഈ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത് മൂലം, മുന്നോട്ട് വെച്ചതുകൊണ്ട് തങ്ങൾക്കുണ്ടായ പിശക്, തങ്ങൾക്കുണ്ടായ പിഴവ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരുപക്ഷെ ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാകില്ല. പക്ഷേ ബി.ജെ.പിയിലെ ചിലരെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ട്, തിരുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഗോവയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ബി.ജെ.പിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞത്, കോൺഗ്രസിന് സംഭവിച്ച പിഴവുകൾ നമുക്ക് സംഭവിക്കരുത്, നമ്മൾ അത് ആവർത്തിക്കരുത് എന്നാണ്. ജാതി രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്കിനിയും പിഴവുകൾ സംഭവിച്ചേക്കാം. രാഷ്ട്രീയം കേന്ദ്രീകരിക്കേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക മേഖലയിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങൾ ആയിരിക്കണം എന്നാണ് ഗോവയിലെ ബി.ജെ.പി എക്സിക്യൂട്ടീവിൽ നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടത്. അപ്പോൾ എവിടെയാണ് പിശക് സംഭവിച്ചത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്നത് നിതിൻ ഗഡ്കരി അടക്കമുള്ള ബി.ജെ.പിക്കാർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് തിരുത്താനുള്ള ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. ഇവിടെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൗതുകകരമായ, രസകരമായ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള, ഇപ്പോൾ നേരത്തെ അമൽ സൂചിപ്പിച്ച ഹിന്ദു മതത്തിൻ്റെ ഒരു ആധ്യാത്മിക കേന്ദ്രങ്ങൾ എന്നൊക്കെ പരക്കെ ധാരണ സൃഷ്ടിക്കപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൊത്തം ആ ഒരു ഹിന്ദി ഹൃദയഭൂമിയിൽ മൊത്തം ബി.ജെ.പിക്കുണ്ടായ കനത്ത തിരിച്ചടി, ബി.ജെ.പിക്കുണ്ടായ കനത്ത പരാജയവും അതോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധതയും മതേതരത്വവും ഏറെ വാഴ്ത്തപ്പെടുന്ന കേരളത്തിൽ അവർക്ക്
അതേസമയം അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രസകരമായ രാഷ്ട്രീയ വൈരുദ്ധ്യം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ യു പി തന്നെ നോക്കൂ. ഇപ്പോൾ യു പിയിലെ ഒരു സ്ഥിതി വിവര കണക്ക് കക്ഷി നില നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും വിശദമായി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ വിഷയത്തിലേക്ക് വരണമെങ്കിൽ അതൊരിക്കൽ കൂടി ആവർത്തിക്കണം എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാം. 2014 80 ലോക്സഭാ മണ്ഡലങ്ങൾ ആണ് ഉത്തർപ്രദേശിലുള്ളത്. ഈ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2014 72ലും വിജയിച്ച പാർട്ടിയാണ് BJP. ഇത് പക്ഷേ 2019 എത്തുമ്പോൾ ഈ 72 എന്നുള്ളത് 10 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുന്നു, 62 ചുരുങ്ങുന്നു 2019. 2024 വരുമ്പോൾ ഈ 80 സീറ്റുകൾ ഉള്ള ലോക്സഭാ സീറ്റുകൾ ഉള്ള ഉത്തർപ്രദേശിൽ BJPക്ക് കിട്ടിയത് വെറും 33 സീറ്റുകൾ മാത്രമാണ്. 2019 കിട്ടിയ 62 സീറ്റ് എന്നുള്ളത് 33ആയി BJPക്ക് കുറയുന്നു. അത്രയും സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുന്നു. ഉത്തർപ്രദേശിൽ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു അല്ലേ? നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ബദരീനാഥിൽ തോറ്റു. ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഹരിദ്വാറിൽ തോറ്റു. വാരണസിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണസിയിൽ നരേന്ദ്രമോദി 1 മണിക്കൂറോളം സമയം വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോകുന്നു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെയിടിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. RSSും ഹിന്ദു സന്യാസിമാർ പോലും നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു ഈ ജൂൺ 4 ശേഷം. എന്നിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു? എന്തുകൊണ്ട് ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ അവർക്കൊരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു? തൃശ്ശൂരിൽ രണ്ടാമതൊരു സീറ്റിൽ തിരുവനന്തപുരത്ത് അവർ ജയത്തിൻ്റെ അടുത്തോളം എത്തി. തലനാരിഴയ്ക്കാണ് ആ മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ 2 സീറ്റിൽ അവർ വിജയിക്കുമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബദരീനാഥ്, ഹരിദ്വാർ, അയോധ്യ ഇതൊക്കെ ഹിന്ദു മതവിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളും പുണ്യപുരാതന നഗരങ്ങളും ഒക്കെയാണല്ലോ. ഇതുപോലെ 2 ക്ഷേത്ര നഗരങ്ങളായി വേണമെങ്കിൽ പരിഗണിക്കാവുന്ന 2 ജില്ലകളാണ്, 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. തൃശ്ശൂർ ഒരു ക്ഷേത്ര നഗരമാണ്. കാരണം നഗരത്തിൽ തന്നെ ശ്രീ വടക്കുന്നാഥനുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അത്രയും അകലത്തിൽ ശ്രീ ഗുരുവായൂരപ്പനും ഉണ്ട്. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അല്ലേ? അനന്തപുരിയാണ്. അപ്പോൾ തൃശ്ശൂരിൽ രാജ്യത്തെ മറ്റു ക്ഷേത്ര നഗരങ്ങളിൽ, പുണ്യപുരാതന കേന്ദ്രങ്ങളിൽ, ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊക്കെ BJP തോറ്റമ്പിയപ്പോഴും തൃശ്ശൂരിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് അവർ ജയത്തിൻ്റെ വക്കോളമെത്തി. ഇപ്പോൾ പറയുന്നത് പോലെ അതിൻ്റെ പ്രധാന കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാകാം. പക്ഷെ അതിൻ്റെ കാരണങ്ങളായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ശൈലിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ധാർഷ്ട്യമോ ഒന്നുമല്ല ഇതിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് തുടക്കം കുറിച്ചത് 2018 ശബരിമല സുപ്രീം കോടതി വിധിയാണ്. ഇപ്പോൾ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ തരംഗം, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ ജയിച്ച അധികാരത്തിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ സെക്കൻഡ് ടൈമാണ് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും ധാർഷ്ട്യവും ഒക്കെ കാരണമായേക്കാം. പക്ഷേ BJPക്ക് അനുകൂലമായ ഒരു വേവ്, ഒരു തരംഗം അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ ഗതി നിർണയത്തിലെ മാറ്റം കേരളത്തിൽ സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ച വർഷം 2018ആണ്. 2018 ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. ആ സുപ്രീം കോടതി വിധി ശബരിമലയിൽ നടപ്പാക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിതമായ ഉത്സാഹം കാണിച്ചു, അമിതമായ തിടുക്കം കാണിച്ചു എന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയും പ്രചാരണത്തിൽ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ വീണുപോയി. അന്ന് അത് സുവർണാവസരമാണ് എന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പക്ഷേ അന്ന് അത് BJPക്ക് അനുകൂലമായ വോട്ടായി മാറിയില്ല. അന്ന് പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ പോലും ജയിച്ചില്ല. പക്ഷേ ആ സുവർണാവസരം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. ഇപ്പോഴാണ് ആ സുവർണാവസരം BJPയെ സംബന്ധിച്ച് സമാഗതമായിരിക്കുന്നത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കൂടി വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിനാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. പക്ഷേ രാജ്യം
മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കേരളത്തിൽ രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാരണം ഈ ശബരിമല സുപ്രീം കോടതി വിധിയോടുകൂടി തുടങ്ങിയ രാഷ്ട്രീയ പരിണാമഗതിയിലെ ഈ ഷിഫ്റ്റിംഗ് ആണ്. രണ്ടാമത്തെ കാരണം, എന്തൊക്കെ സംഭവിച്ചാലും ഒരു പണിയും എടുത്തില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ തങ്ങളെ 5 വർഷം കൂടുമ്പോൾ മാറി മാറി ജയിപ്പിച്ചോളുമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അമിതമായ വിശ്വാസത്തിനേറ്റ അടിയാണ്. അവരുടെ സുഖാലസ്യത്തിനേറ്റ തലക്കേറ്റ കിടുക്കാണ് ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. ഈ 2 കാരണങ്ങൾ ആണ്. അതിനാൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഹരിദ്വാറിൽ BJP തോൽക്കുന്നു, ബദ്രീനാഥിൽ BJP തോൽക്കുന്നു, അയോധ്യയിൽ തോൽക്കുന്നു, വാരാണസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോകുന്നു. എന്നിട്ടും ക്ഷേത്ര നഗരങ്ങളായ തൃശ്ശൂരിൽ BJP ജയിക്കുന്നു, തിരുവനന്തപുരത്ത് വിജയത്തിൻ്റെ അടുത്തോളം എത്തുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ കേരളത്തിലേത് സവിശേഷമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ഈ സുരേഷ് ഗോപിയുടെ ജയം അടക്കമുള്ള വിഷയങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 2018 ശബരിമല സുപ്രീം കോടതി വിധിയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. രണ്ടാമത്തേത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും UDFിൻ്റെയും അമിതമായ വിശ്വാസമാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ പ്രത്യേക സാഹചര്യം ഉള്ളത്. അത് വിശദമായി പഠിക്കേണ്ടതാണ്. പക്ഷേ രാജ്യത്തെ സാഹചര്യം മാറുകയാണ്. രാജ്യത്ത് ഹിന്ദുത്വ പ്രഭവ കേന്ദ്രങ്ങൾ ആകും എന്ന് തങ്ങൾക്ക് അനുകൂലമായി ആഞ്ഞു വീശും എന്ന് BJP കരുതിയ കേന്ദ്രങ്ങൾ പോലും അവരെ തുണച്ചില്ല. അവിടെയൊക്കെ ആ സുവർണാവസരം മുതലെടുക്കാൻ കോൺഗ്രസ് രംഗത്ത് വന്നു, സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നു. ആ തിരിച്ചറിവ് ഇനിയെങ്കിലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാകണം. BJPയിലെ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം ഒന്നടങ്കം ആ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുകയും തിരുത്തുകയും വേണം എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ സുബീഷ് പറഞ്ഞ വാരണാസിയിൽ തന്നെ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോഴും നോക്കൂ, 2019 നരേന്ദ്രമോദി അവിടെ ജയിക്കുന്നത് 4,79,505 വോട്ടുകൾക്കാണ്. പക്ഷേ 2024 എത്തുമ്പോൾ എങ്ങനെയാണ്? അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദിയാണ്. രാമനെ പ്രതിഷ്ഠിച്ച ഞാനാണ് ഹിന്ദു മതത്തിന്റെ സംരക്ഷകൻ, അല്ലെങ്കിൽ രാമന്റെ ഒരു പ്രതിപുരുഷനാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അദ്ദേഹം വാരണാസിയിൽ 2024 മത്സരിക്കാൻ പോയത്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 1,82,513 അതായത് 1/3 ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വാരണാസിയിൽ മത്സരിക്കാൻ ചെന്ന മോദിയുടെ ഭൂരിപക്ഷമാണ് ഈ നിലയിൽ 1/3 ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം അമേഠിയിൽ അന്ന് തോറ്റെങ്കിലും പിന്നീട് റായ്ബറേലിയിൽ ഇത്തവണ എത്തി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തിയിട്ട് ആദ്യം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ, നിങ്ങൾ ഹിന്ദു മതത്തിന്റെ മൊത്ത കച്ചവടക്കാരാകേണ്ട എന്നുള്ളതാണ്. കൃത്യമായി അത് പറഞ്ഞു. അതിന്റെ കാര്യകാരണ സഹിതം തന്നെ പിന്നീട് രാഹുൽ ഗാന്ധി ആദ്യ തന്റെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നോക്കൂ, രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ഹിന്ദു മതം എന്നതിൻ്റെ അർത്ഥം പോലും BJP എന്നാണ് എന്ന തരത്തിലേക്ക് ആ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് മോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന് മാറ്റിയെടുത്തു. അതായത് ഒരു ഹിന്ദുമത വിശ്വാസി അയാൾ BJP അല്ലെങ്കിൽ അയാൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം പോലും രാജ്യത്തുണ്ടായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹിന്ദു മതമെന്നാൽ അപരമതത്തെ വേട്ടയാടുന്ന, ആ അപരമതത്തിൽപ്പെട്ട ആളുകളോട് വിദ്വേഷത്തോടു കൂടി പെരുമാറേണ്ടുന്ന ഒരു മതമാണ് എന്ന തരത്തിലാണ് BJP ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനേറ്റ തിരിച്ചടിയാണ് നേരത്തെ അയോധ്യയിലുണ്ടായ പരാജയം, വാരണാസിയിൽ മോദിക്കേറ്റ വലിയ ഭൂരിപക്ഷത്തിലുണ്ടായ വലിയ ഇടിവ്, ഇപ്പോൾ ഈ ബദ്രീനാഥിലും ഒപ്പം ഹരിദ്വാറിലും ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളും. ഇതെല്ലാം അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഹിന്ദു മതത്തിന്റെ മൊത്ത കച്ചവടക്കാരായി BJP മാറണ്ട എന്ന് ജനങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും കണ്ടത്. അതിനി ആ നിലയിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഉത്തരേന്ത്യയിലുണ്ട്. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾ ഈ മതത്തെ മുൻനിർത്തി മറ്റുള്ള മേഖലയിൽ BJPയുടെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുന്ന ആ കുടിലതയെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയത്തിൻ്റെ ഒരു കണക്ക് പുറത്തു വരുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ 7 വർഷക്കാലം രാജ്യത്ത് 16.5 ലക്ഷം തൊഴിലാണ് അസംഘടിത മേഖലയിൽ നഷ്ടമായിരിക്കുന്നതാണ്. നോട്ട് നിരോധനം കൊണ്ടുവന്നു, വലിയ പരാജയമായിരുന്നു. GST പരിഷ്കാരം കൊണ്ടുവന്നു, വലിയ പരാജയമായിരുന്നു. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ BJP കൊണ്ടുവരുന്ന നയങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം തന്നെ രാജ്യത്തെ കുത്തകകളെ സഹായിക്കുകയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വലിയ തിരിച്ചടി, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ
ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്ന് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചടിയാണ് വോട്ടിലൂടെ അവർ BJPക്ക് മറുപടിയായി നൽകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഈ ഹിന്ദു മതത്തെ ഒരു മൂല്യമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി BJP അത് മറച്ചുവെച്ചാണ് അവരുടെ പ്രചാരണങ്ങളും വർഗീയ അജണ്ടകളും നടന്നിരിക്കുന്നത്. അതിപ്പോൾ 1992 ബാബറി മസ്ജിദ് തകർത്ത കർസേവകർ, ആ കർസേവകർ ഹിന്ദു മതത്തിന്റെ മൂല്യം ഉൾക്കൊള്ളുന്നവരല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പതിയെങ്കിലും തിരിച്ചറിയുകയാണ്. ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപം നടന്നു. ഗുജറാത്ത് കലാപത്തിലെ നരോധ പാട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ സംഭവം. അവിടെ കൗസർ ബാനു എന്ന് പറയുന്ന ഒരു യുവതി ഗർഭിണിയായിരുന്നു. ഈ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ 3 മുനകളുള്ള തൃശൂലം ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അടിവയറ്റിൽ കുത്തിക്കയറ്റി അവരുടെ വയറ്റിൽ കടന്ന ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് അമ്മാനമാടിയ ആളുകളാണ് അവിടെയുള്ളത്. അങ്ങനെയുള്ള ആളുകളല്ല ഹിന്ദു മതത്തിന്റെ മൂല്യം എന്നുള്ള ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ, ഹിന്ദുമത വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരുന്നു. ബിൽക്കിസ് ബാനുവിന്റെ അനുഭവം നമ്മളുടെ മുന്നിലുണ്ട്. അവർ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ നരനായാട്ടിൽ ഭയന്ന് ഓടിപ്പോയ അവരെ പിന്തുടർന്ന് അവരുടെ കൈവശമിരുന്ന 3 വയസ്സുള്ള അവരുടെ കുട്ടിയെ പാറയിലടിച്ച് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകികളല്ല ഹിന്ദു മതത്തിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ഈ നാട്ടിലെ ആളുകൾ തിരിച്ചറിയുന്നു. 2015 മുഹമ്മദ് അഖ്ലഖിനെ ഒരു കഷ്ണം ബീഫ് അയാളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ് ആൾക്കൂട്ടം അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അവരും ഹിന്ദു മതത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരല്ല. അതല്ല യഥാർത്ഥ ഹിന്ദു മതമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നതിന്റെ ഫലമാണ് ഈ പറയുന്ന പോലെ ബദ്രീനാഥും കേദാറും അയോധ്യയും എന്നൊക്കെ വേണം കരുതാൻ. തീർച്ചയായിട്ടും രാജ്യം ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് നിർഭാഗ്യവശാൽ നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ് കൗതുകം. ഇവിടെ ലോക്സഭയിൽ ഇത്തവണ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി കൈകൊടുത്തത് ആർക്കാണ്? അവതേഷ് പ്രസാദിനാണ്, അല്ലേ? അവതേഷ് പ്രസാദ് ഏത് മണ്ഡലത്തിലെ MP ആണ്? അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ MP ആണ് അവതേഷ് പ്രസാദ്. അവതേഷ് പ്രസാദ് എവിടെയാണ് ഇരിക്കുന്നത്? പ്രതിപക്ഷ നേതൃനിരയ്ക്കൊപ്പം പാർലമെന്റിൽ മുൻനിരയിലാണ് അവതേഷ് പ്രസാദ് ഇരിക്കുന്നത്. അവതേഷ് പ്രസാദിന് നൽകിയ ഹസ്തദാനം, രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് അവതേഷ് ജി എന്ന് വിളിച്ചുകൊണ്ട് അവതേഷ് പ്രസാദിന് നൽകിയ ആ ഹസ്തദാനം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഇപ്പോൾ 2027 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിക്കും എന്നാണല്ലോ കഴിഞ്ഞ ദിവസം രാഹുൽ പ്രസംഗിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ഗുജറാത്തിനൊപ്പം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടങ്ങുന്ന ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ഉത്തർപ്രദേശ് കൂടിയാണ്. ഇപ്പോൾ BJPയുടെ പൊന്നാപുരം കോട്ട എന്നാണല്ലോ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നത്. ഉത്തർപ്രദേശ് ആര് പിടിക്കും? അവർ രാജ്യം ഭരിക്കും എന്നാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രയോഗം. 2019 അമേഠിയിലെ തോൽവിക്ക് ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരേക്കുമുള്ള ഒരു 5 വർഷത്തെ കാലയളവ്. ഈ 5 വർഷത്തിനിടയ്ക്ക് രാഹുൽ ഉത്തർപ്രദേശിലേക്ക് വന്നത് 3-4 തവണ മാത്രമാണ്, 2019 2024 ഇടയിൽ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ജൂൺ 4 ശേഷം, ഇന്നിപ്പോൾ ജൂലൈ 14 ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തേക്ക് 40 ദിവസം. ഈ 40 ദിവസത്തിനകം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് മാത്രം 3 തവണ വന്നു. ആദ്യ തവണ വന്നത് റായ്ബറേലിയിലെയും അമേഠിയിലെയും അയോധ്യയിലെയും വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. 2ാം തവണ വന്നത് മറ്റേ ഭോലെ ബാബ, ആൾ ദൈവത്തിൻ്റെ പ്രാർത്ഥനായോഗത്തിൽ, ഹത്രാസ്, ആ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാനെത്തി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണ് 2ാം തവണ ഉത്തർപ്രദേശിലേക്ക് രാഹുൽ ഗാന്ധി വന്നത്. 3ാം തവണ വിവിധ സാമൂഹിക സംഘടനകളെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അതിൽ ചുമതല വഹിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി 3ാം തവണ വന്നത്. അപ്പോൾ 3 തവണ രാഹുൽ ഗാന്ധി ഈ ജൂൺ 4 ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുറത്തു വന്ന് ജൂൺ 4 ശേഷം 3 തവണ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് വന്നുവെങ്കിൽ വാസ്തവത്തിൽ ഗുജറാത്തിനൊപ്പം 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിക്കും എന്നാണ് രാഹുൽ പറഞ്ഞത്. ഗുജറാത്തിൻ്റെ അവസ്ഥ എന്താണ്? ഗുജറാത്തിൽ ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം കോൺഗ്രസ് അവിടെ അക്കൗണ്ട് തുറന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, അവിടെ ഒരു മണ്ഡലത്തിൽ, ജനാസ്കന്ധ മണ്ഡലത്തിൽ കെനീപൻ ഠാക്കൂർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. അതായത് 26 നിയമസഭാ സീറ്റാണ് ഗുജറാത്തിലുള്ളത്. 26ഉം BJPക്ക് എന്നതായിരുന്നു ഗുജറാത്തിൻ്റെ പതിവ് ശീലം. ആ ശീലം ഇപ്പോൾ കോൺഗ്രസ് അട്ടിമറിച്ചിരിക്കുന്നു. ആ ശീലം ഇപ്പോൾ തിരുത്തിയിരിക്കുന്നു. അവിടെ ഒരു സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഗുജറാത്ത് പിടിക്കും. നിയമസഭാ
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് കീഴ്പ്പെടുത്തും എന്നാണ് രാഹുൽ പറഞ്ഞത്. വാസ്തവത്തിൽ അതോടൊപ്പം ഉത്തർപ്രദേശ് കൂടി ലക്ഷ്യം വെക്കുന്നു. ഉത്തർപ്രദേശിൽ 403 നിയമസഭാ സീറ്റാണുള്ളത്, 80 ലോക്സഭാ സീറ്റാണ്. അതിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഉത്തർപ്രദേശ് കൂടി ലക്ഷ്യമാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം എന്നത് ഈ 3 സന്ദർശനങ്ങളിൽ നിന്ന് വ്യക്തമാകും. ഈ 3 വരവും ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ്. പ്രധാനമന്ത്രിയെ പോലെ റേഡിയോയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയല്ല, ജനങ്ങളെ നേരിട്ട് കാണുകയാണ്, ജനങ്ങളെ നേരിട്ട് കേൾക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ പരിണാമം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് നരേന്ദ്രമോദിയും ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ള നിലയിലാണ്. തീർച്ചയായിട്ടും അതായത് ദൈവത്തിന്റെ പ്രതിപുരുഷനായല്ല, ജനത്തിന്റെ പ്രതിപുരുഷനായാണ്, ജനങ്ങളുടെ പ്രതിപുരുഷനായാണ് ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുന്നത്. ഇതാണ് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയവും പുതിയ കാല ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് സംഭവിക്കുന്ന പിശക്. സുബിഷ്, എന്തായാലും മതമല്ല മനുഷ്യരുടെ പ്രശ്നമെന്ന ഒരിക്കൽ കൂടി തെളിയുന്ന ഒന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അതായത് ലോക്സഭയിൽ അത് നമ്മൾ കണ്ടതാണ്, അയോധ്യയിലേറ്റ BJPയുടെ പരാജയം അടക്കം അത് തെളിയിച്ചതാണ്. ജനങ്ങൾക്ക് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് വലുത്. അതിനപ്പുറത്തേക്ക് ഒരു വർഗീയതയും പറഞ്ഞ് ഏറെ നാളൊന്നും ഈ മണ്ണിൽ രാഷ്ട്രീയം കളിക്കാമെന്ന് ആരും സ്വപ്നം കാണണ്ട എന്ന് ജനങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ബദ്രിനാഥിലെയും ഹരിദ്വാറിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ. ICL FinCorp, the intelligent choice.